എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കഴിഞ്ഞതിന് മുന്നത്തെ മാസം ജൂലൈ 15-ാം തീയതി നമ്മൾ പോയ ഒരു ചെറിയ യാത്രയുടെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ യാത്രയ്ക്ക് നമ്മൾ സ്റ്റേ ചെയ്ത ഒരു സ്ഥലത്തിൻ്റെ വിശേഷമാണ് പറയുന്നത്. മൂന്നാറിലേക്കാണ് നമ്മൾ പോയത്. ആ ഒരു റിസോർട്ടിൻ്റെ പേര് വിൻ്റർ ക്യാസ റിസോർട്ട് ആൻഡ് കോട്ടേജസ് എന്നാണ്. മൂന്നാർ ലൊക്കേഷൻ വരുന്നത് ചിത്തിരപുരം പള്ളിവാസലിനൊക്കെ അടുത്തായിട്ടാണ് കേട്ടോ ഈ ഒരു കോട്ടേജ് വരുന്നത്. അപ്പോൾ ഒരു സിംഗിൾ റൂമായിട്ടുള്ള ഒരു സ്പേസാണ്. അപ്പോൾ ആ ഒരു സ്പേസ് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു റൂം ടൂർ, അല്ലെങ്കിൽ നമ്മൾ നിന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ടൂർ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലെടുത്തതാണ്. അത് ഞാൻ ഓൾറെഡി ഈ വീഡിയോയ്ക്ക് സൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ സൗണ്ട് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ചെറിയ ബാത്റൂം ഒക്കെ ഉണ്ട്, ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ഇതൊക്കെയായിരുന്നു, വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള റൂമായിരുന്നു. പിന്നെ ഈ രീതിയിലാണ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഉള്ളത്. അപ്പോൾ ചെറിയൊരു അലമാരയുടെ സ്പേസ് അവിടെ ഉണ്ട്, നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ളത്. പിന്നെ അടുത്ത് തന്നെ എൻ്റെ 2 കുട്ടികളെ അവിടെ ഒരു കസേരയിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്, കുറച്ച് നേരം സംസാരിക്കാതിരിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷനും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയയുമായിട്ട് ഈ ഒരു വ്യൂ വല്ലാതെ ഇഷ്ടപ്പെട്ടു. മിററിൻ്റെ ഇങ്ങനെ സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു ഡോറാണ് ഉണ്ടായിരുന്നത്. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ടിറങ്ങിയ ആ ഒരു ബാൽക്കണി പോലുള്ള സ്പേസിൽ ഇരിക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് വ്യൂ കാണാം. നല്ല സൂപ്പറായിട്ടുള്ളൊരു സ്ഥലമാണ്. ഞങ്ങളവിടെ ഒരു ഈവനിങ് 6 മണിയോട് കൂടിയിട്ടാണ് അവിടെ എത്തിയത്. നല്ല തണുപ്പുള്ള സമയമായിരുന്നു. അപ്പോൾ ഇതാണ് അടിപൊളി വ്യൂ. അല്ല, സൂപ്പറായിട്ട് 2 പേർക്ക് ഇവിടെ ഇരിക്കാം. രാവിലെയോ വൈകിട്ടോ ഒക്കെ വന്നിട്ട് ഈ ഒരു അന്തരീക്ഷം കാണാനായിട്ട് സാധിക്കുന്ന രീതിയിൽ അടിപൊളിയായിട്ട് ഒരു കുഞ്ഞു റിസോർട്ട്, എന്നാൽ അടിപൊളി ആംബിയൻസിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു യാത്ര എന്ന് പറയുന്നത്. നോക്കി നടക്കണം. എന്താണെന്ന് വെച്ചാൽ ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ്. ജൂലൈ 15-ാം തീയതി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഒരു ദിവസം സ്റ്റേ ചെയ്യുക, ഒന്ന് ചില്ല് ചെയ്യുക, പോവുക എന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പോൾ ഒരു ദിവസത്തെ സ്റ്റേക്ക് ഇവിടെ 2000 + 500. നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടി ഇൻക്ലൂഡഡ് ആണ്. ആ രീതിയിൽ 2500 ആണ് സ്റ്റേക്ക് വേണ്ടിയിട്ട് റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ, ഒരു സന്തോഷം പങ്കിടലാണ്. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന് സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ എൻ്റെ യോഗ ക്ലാസ് എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഉള്ള മൂന്നാറിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. സൂപ്പറായിട്ടുണ്ട്, തണുപ്പുണ്ട്. മഴ പെയ്ത് തുടങ്ങിയിട്ടില്ല, പക്ഷെ മഴയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇന്നലെ കാണിച്ചതുപോലെ ഇങ്ങനെ ഒരു സ്ഥലത്താണ്. ഇന്നലെ ആ ഒരു ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇത്രയും കൂടി നല്ല ക്ലിയർ ആയിട്ട് ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടിപൊളി വ്യൂ ആണ്. അവിടെ പള്ളിവാസൽ എന്നാണ് പറഞ്ഞത്, പള്ളിവാസൽ. ഓക്കെ, മോളിൽ നിന്ന് എടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഞാൻ ഇവിടെ നിന്ന് ആദ്യം ഒരു തവണ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ വ്യൂ വരുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് റൂം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മഴയൊക്കെ ഇല്ലെങ്കിൽ നല്ല രീതിയിൽ കുറച്ച് സ്ഥലങ്ങളിൽ പോകണമെന്നുണ്ട്. കാറ്റ് നന്നായിട്ട് വരുന്നുണ്ട്. തണുപ്പുണ്ടോ പൂജോ? തലയിൽ ആ സാധനം ഇടൂ കുഞ്ഞേ, മറന്നു പോയി. ഓക്കെ, ശരി. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ നമുക്കൊരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ടുള്ള വ്യൂ കാണിച്ചു തരാം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾക്ക് എൻ്റെ യോഗ ക്ലാസ്, ഓൺലൈൻ ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് വിശന്നു. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും തന്നെ റെഡിയായി കഴിഞ്ഞിട്ട് നമ്മൾക്ക് ദോശയും സാമ്പാറും ചമ്മന്തിയുമായിരുന്നു. ഒപ്പം തന്നെ കാപ്പിയും ഉണ്ടായിരുന്നു. ഇത്രയുമായിരുന്നു നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ആ ഒരു വ്യൂവിൽ നമ്മളവിടെ ഇരുന്ന് 4 പേരും കൂടി ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ആ ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു.
അതിനുശേഷം നമ്മൾ മേലെ ഇതിന് തന്നെ ഒരു ടെറസ് എന്നുള്ള രീതിയിൽ കാണുന്ന ഒരു സ്ഥലവും കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലവും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിന് മേലെ സ്റ്റെപ്പ് കയറി പോകുമ്പോഴത്തേക്കും കാണുന്നതാണ്. അപ്പോൾ ഓരോന്നും സിംഗിൾ കോട്ടേജസ് ആയിട്ടാണ് ഉള്ളത്. ഇതിൻ്റെയും സൗണ്ട് അവിടെ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നീടാണ് സൗണ്ട് കൊടുക്കുന്നത് ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്കും. ആ സമയത്ത് ഞാൻ എന്തെല്ലാമാണ് പറഞ്ഞതെന്ന് സത്യത്തിൽ ഇപ്പോൾ ഓർമ്മ കൂടി കിട്ടുന്നില്ല. എന്തായാലും കാര്യമായിട്ട് അന്നത്തെ പ്ലാനും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു സ്ഥലം മേലേന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയ ദിവസം എന്ന് പറഞ്ഞാൽ ജൂലൈ 15 ഇവിടെ മഴ കാരണം എറണാകുളത്തെല്ലാം ലീവ് കിട്ടിയൊരു ദിവസമായിരുന്നു. അപ്പോൾ പെട്ടെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ പോയത്. ഈ രീതിയിൽ അവിടെ എല്ലാവർക്കും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചില്ല് ചെയ്യാനൊക്കെ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ ടേബിളും 8ഓളം പേർക്ക് ഒരു ഫാമിലി ആയിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 1-2 ഫാമിലിക്കൊക്കെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് അവിടെ ഉണ്ട്. പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് തന്നെയാണ് ഈ ഒരു സ്ഥലവും. ടൈൽസ് താഴെ ഇട്ടിട്ടുണ്ട്. നല്ല വ്യൂ ആണ്, നല്ല തണുപ്പുണ്ടായിരുന്നു. ഈ രീതിയിലായിരുന്നു നമ്മൾ അവിടെ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു 16-ാം തീയതി ആകെയുള്ളൊരു പേടി എന്ന് പറഞ്ഞാൽ മഴ നന്നായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ സേഫായിട്ട് എത്തണം എന്നുള്ള രീതിയിലുള്ളൊരു പേടിയുണ്ടായിരുന്നു. തലേദിവസം രാത്രി നമ്മളവിടെ ചെറുതായിട്ടൊന്ന് പുറത്തോട്ടിറങ്ങി ചോക്ലേറ്റ്സൊക്കെ മേടിക്കാൻ പോയ സമയത്ത് നല്ല മഴ പെയ്തു. അവിടെ ചെറിയ രീതിയിൽ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് തിരിച്ചെത്താനായിട്ടും സാധിച്ചു. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ എന്തൊക്കെയാണ് അവിടെ നിന്ന് പറഞ്ഞതെന്നുള്ളത് സത്യത്തിൽ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇങ്ങനെയാണ് മേലത്തെ സ്പേസ് ഉള്ളത്. ഈ രീതിയിലാണ് അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ്. ചെറിയൊരു സ്റ്റേ ചെയ്ത ദിവസത്തെ വിശേഷങ്ങൾ പങ്കിടുക എന്നുള്ള രീതിയിലാണ് കേട്ടോ വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ പിന്നീടാണെങ്കിലും എനിക്കത് കാണുമ്പോൾ നമ്മുടെ 12ാമത് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ചെറിയൊരു സന്തോഷം പങ്കിടൽ അത്ര തന്നെ. അന്ന് നമ്മൾ 1-2 സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ 12 വർഷങ്ങൾക്ക് മുന്നേ കുഞ്ഞുങ്ങളൊക്കെ വരുന്നതിന് മുന്നേയും നമ്മൾ മൂന്നാർ ഇതുപോലെ പോയിട്ട് സ്റ്റേ ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഹണിമൂൺ ടൈം എന്നൊക്കെ പറയുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ കൂടി ആയി എന്ന് പറയാം. എന്തായാലും ഈ രീതിയിലാണ് കേട്ടോ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ വരുന്നത്. ചെറിയൊരു വീഡിയോ എന്തായാലും ഇവിടെ അവസാനിക്കുന്നു.